ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ആത്മാവിൽ ദൈനംദിനം വളർച്ച പ്രാപിക്കേണ്ടതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഈ ലോകത്തിൽ ആയിരിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് വളരുന്നില്ല എങ്കിൽ ജനിച്ച അവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ അല്പ ഇഞ്ച് മാത്രമൊക്കെ പൊക്കമുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലര് അവരുടെ ബുദ്ധി വളരാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആ അവസ്ഥയിൽ വളർച്ചയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് തന്നെയാണ് ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കർത്താവും ചിന്തിക്കുന്നത്. നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു ആത്മീക വളർച്ച അതാണ് ഉണ്ടാകേണ്ടത്. ഏതേനിൽ ആദാമവ്വമാരെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം, ആ വിലക്കപ്പെട്ട ആ ഖനി ഭക്ഷിച്ചപ്പോൾ അവർക്ക് അവിടെ ആത്മീക മരണമാണ് സംഭവിച്ചത്. ആത്മീകമായി അവർ പ്രാപിക്കേണ്ടുന്ന വളർച്ച അവിടെ വെച്ച് പൂർണ്ണമായി മുരടിച്ചു പോകുവാനായിട്ട് ഇടയായിത്തു. ഇന്നും അതേപോലെ ആത്മീകമായി വളരുവാൻ കഴിയാതെ ആയിരിക്കുന്ന അനുഭവങ്ങളാണ് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2:2 വചനമെന്ന ആ മായമില്ലാത്ത പാൽ കുടിക്കുവാനാണ് ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. വചനമെന്ന മായമില്ലാത്ത പാൽ. അതേപോലെ 1-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുമ്പോഴും ദൈവത്തിന്റെ വചനം രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണല്ലോ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവിടെ ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുന്ന, അല്ലെങ്കിൽ ആ നല്ല മുന്തിരിവള്ളിയോട് ചേർന്ന് വസിക്കുന്ന ഒരുവന് മാത്രമേ യഥാർത്ഥമായി ആത്മീയ വളർച്ച പ്രാപിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവവചനം അവിടെയും വ്യക്തമാക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ വളരണമെങ്കിൽ നമ്മുടെ ജഡമനുഷ്യനെ നമ്മൾ പൂർണ്ണമായി മരിപ്പിച്ചെങ്കിൽ മാത്രമേ ആത്മീക മനുഷ്യന് വളരുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കറിയാം, ചില മരങ്ങൾ പൂർണ്ണമായിട്ട് വളരുകയില്ല. കാരണം അതിൽ ചില ഇത്തിക്കണ്ണികൾ കയറി പിടിച്ചു, അല്ലെങ്കിൽ ചില വള്ളികൾ പടർന്ന് അതിനെ മൂടിക്കഴിയുമ്പോൾ ആ മരത്തിന് പിന്നെ വളരുവാനായിട്ട് കഴിയുകയില്ല. മറിച്ച് ആ ഭയങ്കര വള്ളികളാൽ അത് ചുറ്റപ്പെട്ട്, ഇത്തിക്കണ്ണികളാൽ അത് ചുറ്റപ്പെട്ട് അതായിത്തീരുന്ന ഒരു അനുഭവമാണ്. ഈ ലോകത്തിന്റെ പലവിധമാകുന്ന വള്ളികൾ, ജഡമോഹങ്ങൾ, അതേപോലെ ധന ഇച്ഛകൾ, ഇങ്ങനെയൊക്കെ ഉള്ളതാകുന്ന ജഡീക സുഖത്തിന്റെ വള്ളികൾ കയറി മനുഷ്യനെ പലപ്പോഴും ചുറ്റി അവന്റെ ആത്മീക വളർച്ച മുരടിപ്പിച്ചു കളയുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുമ്പോൾ അതിന്റെ 8:13 ജഡമനുഷ്യനെ പൂർണ്ണമായി മരിപ്പിക്കണം, അവനെ ഉരിഞ്ഞു കളയണം ഇത്യാദി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ വളരണമെങ്കിൽ ആത്മാവിന്റെ 9 കൃപാവരങ്ങൾ നമ്മൾ പ്രാപിക്കണം. അതേപോലെ ആത്മാവിന്റെ 9 ഫലങ്ങൾ പ്രാപിക്കേണ്ടതും ആവശ്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ളതായ ഭാഗങ്ങൾ, അവിടെ ആത്മാവിന്റെ 9 കൃപാവരങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. 1 ജ്ഞാനത്തിന്റെ വചനം, 2 പരിജ്ഞാനത്തിന്റെ വചനം, 3 വിശ്വാസം, 4 രോഗശാന്തികളുടെ വരങ്ങള്, 5 വീര്യപ്രവൃത്തി ചെയ്യുവാനുള്ള വരം, 6 പ്രവചനവരം, 7 ആത്മാക്കളുടെ വിവേചനം എന്ന ആ വരം, 8 വിവിധ ഭാഷകളെ കുറിച്ചുള്ളതാകുന്ന വരം, 9 ഭാഷകളുടെ വ്യാഖ്യാനം. ഇപ്രകാരം അവിടെ 9 കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗലാത്യലേഖനം 5:22-23 പറയുന്നത് ആത്മാവിന്റെ 9 ഫലങ്ങളെ കുറിച്ചാണ്. അത് സ്നേഹം,
സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജയം, ഇപ്രകാരം 9 അവിടെ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. അങ്ങനെ ഈ 9 കൃപാവരങ്ങളും 9 ഫലങ്ങളും ആത്മീയമായി വളരുന്ന ഒരു മനുഷ്യനിൽ അത് കാണുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ഇന്ന് പലപ്പോഴും ജഡമാണ് എവിടെയും വളർന്ന് യാതൊരു വിധമാകുന്ന ആത്മീയ വളർച്ചയുമില്ലാതെ ജഡമോഹികളായി പിശാച് അനേകരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, അതേ ആത്മീക വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുക എന്നുള്ളതാണ് ആത്മീക വളർച്ചയ്ക്ക് ആവശ്യവും. അതേപോലെ ജഡമനുഷ്യനെ മരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരുവന് മാത്രമേ ആത്മീയ വളർച്ച ഉണ്ടാകത്തുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നേരത്തെ പറഞ്ഞതുപോലെ ചില കുഞ്ഞുങ്ങൾ ജനിച്ചപടി കിടക്കുന്നു, ചിലര് ഓട്ടിസം ബാധിച്ചതുപോലെ കിടക്കുന്നു, മന്ദബുദ്ധികളായി കിടക്കുന്നു. ചിലർ വളരുന്നെങ്കിലും വളർച്ചയ്ക്കനുസരിച്ചുള്ളതായ പൊക്കമോ വളർച്ചയോ ഇല്ലാതെ കുരുടടച്ചു പോകുന്ന അനേകരെ നമ്മൾ കാണുന്നു. അതേ ഈ ലോകത്തിന്റെ ജഡീകൈച്ചകളാകുന്ന വള്ളികൾ, ഇത്തിക്കണ്ണികൾ നമ്മളെ കീഴടക്കാതിരിക്കട്ടെ. ആത്മാവിൽ വളരുവാൻ, ദൈവ വചനത്തിൽ വളരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, സ്നേഹത്തോടും നന്ദിയോടും വാഴ്ത്തി പുകഴ്ത്തുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, സ്നേഹത്തോടും നന്ദിയോടും വാഴ്ത്തി പുകഴ്ത്തുന്നു. ഏക സത്യദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുന്നു, ഇന്നുമെന്നും തിരുമുൻപിൽ വീണു നമിക്കുന്നു. ഏക സത്യദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുന്നു, ഇന്നുമെന്നും തിരുമുൻപിൽ വീണു നമിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, സ്നേഹത്തോടും നന്ദിയോടും വാഴ്ത്തി പുകഴ്ത്തുന്നു. കൊണ്ടുമെനഞ്ഞൊരെന്നിൽ ജീവശ്വാസമൂതി, മൺപാത്രമാകുമെന്നിൽ നിക്ഷേപങ്ങളേകി. മണ്ണു കൊണ്ടുമെനഞ്ഞൊരെന്നിൽ ജീവശ്വാസമൂതി, മൺപാത്രമാകുമെന്നിൽ നിക്ഷേപങ്ങളേകി. പുത്രനെ തന്നെന്നെ നിൻ സ്വന്തമാക്കി, ആത്മാവേകി എന്നെ നിന്നാലയമാക്കി. പുത്രനെ തന്നെന്നെ നിൻ സ്വന്തമാക്കി, ആത്മാവേകി എന്നെ നിന്നാലയമാക്കി. ആത്മാവിലും